ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാനുള്ള നീക്കം ശക്തമാക്കി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9 മണിക്ക് ബിഷപ്പ് ഹൌസിലാകും കൂടിക്കാഴ്ച. കേരളത്തിലെ ബി.ജെ.പി. പ്രതിനിധി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ നടത്തിയ നീക്കങ്ങളും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നടത്തിയ ഇടപെടലുകളും വിശദീകരിക്കും. ഇന്നലെ കൊച്ചിയിൽ സിറോ മലബാർ സഭ അധ്യക്ഷനുമായും ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക്, തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ ക്രൈസ്തവ സഭാ നേതൃത്വം കടന്നൊരു സാഹചര്യമുണ്ട്. ഈ നീതി ലഭിക്കണം, എന്നിട്ടാകാം ചായകുടി, കേക്കുമായി വരവ് എന്നൊക്കെയുള്ള സൂചന സഭാ മേലധ്യക്ഷന്മാർ നൽകുന്നുമുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ചർച്ച. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സൂരജ് സജി? സുരേഷ് സജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുക. ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9 മണിക്കാകും ഈ കൂടിക്കാഴ്ച. സുരേഷ് സജി ചേരുന്നുണ്ട്. സൂരജ്, പറയൂ, കൂടിക്കാഴ്ചയിൽ ആരെല്ലാം പങ്കെടുക്കും? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ വിമർശനം. അത് സംസ്ഥാനത്തെ ബി.ജെ.പി. ആണ് ആകട്ടെ, കേന്ദ്രമന്ത്രി ഉൾപ്പെടെ. അത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ വലിയ വിമർശനം കൂടി ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച. അത് നിർണായകം തന്നെയാണ്. സ്മിത, തീർച്ചയായും ബി.ജെ.പിക്കെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങൾ ശക്തമാകുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ ഈ വിഷയം സജീവ ചർച്ചയാകുന്നത് വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുകൂടി കണക്കാക്കിക്കൊണ്ടാണ് അടിയന്തരമായി തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തടക്കമുള്ള സഭാ അധ്യക്ഷന്മാരെ കാണാനുള്ള നീക്കം. ഇന്നലെ കൊച്ചിയിലെത്തി രാജീവ് ചന്ദ്രശേഖർ സിറോ മലബാർ സഭ അധ്യക്ഷനുമായി സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ബിഷപ്പ് ഹൌസിലെത്തി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പിനെ കാണാനുള്ള ശ്രമം. പ്രത്യേകിച്ച് കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടനയായിട്ടുള്ള CBCAയുടെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. ഈ സിസ്റ്റർമാരുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. നടത്തിയ ഇടപെടൽ, കേന്ദ്ര നേതൃത്വത്തിന്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെയും സമീപനം, ഇതെല്ലാം വിശദീകരിക്കും ഈ കൂടിക്കാഴ്ചയിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് പ്രത്യേക പ്രതിനിധി സംഘത്തെ അയച്ചടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. ജാമ്യത്തിന് വഴി തുറന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. എന്തായാലും ഈ തൃശൂർ അതിരൂപത ബിഷപ്പിനെ കണ്ടതിന് ശേഷം തുടർച്ചയായി മറ്റ് സഭാധ്യക്ഷന്മാരെയും കാണാനുള്ള നീക്കത്തിലാണ് ബി.ജെ.പി. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.